കർത്താവിന്റെ ഏകപരിശുദ്ധമായ നാം നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 90-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഭയം ഉണ്ടാകണം. ദൈവത്തോട് ഭയം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കും. കാരണം നമ്മുടെ അകൃത്യങ്ങളെ അവന്റെ മുമ്പിൽ എണ്ണി വെച്ചിരിക്കുക. നമ്മുടെ അകൃത്യങ്ങൾ ഓരോന്നും കർത്താവ് നിരത്തി വെക്കും. നമ്മുടെ അത്രമാത്രം അകൃത്യങ്ങൾ കൂടാതെ നാം ചെയ്തു പോയ സകല രഹസ്യ പാപങ്ങളും ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുക. മനുഷ്യൻ ആരും കണ്ടില്ല എന്ന് ചിന്തിച്ച് ചെയ്ത പാപങ്ങൾ ആരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ, ആശ്വാസമായി എന്നൊക്കെ ചിന്തിച്ച പല പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ ദൈവം കണ്ടു. അതാണ് വചനം പറയുന്നത്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്നാണ്. ദൈവപുരുഷനായ മോശയുടെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകമായ നിലയിൽ ഇത് എഴുതിയിരിക്കുക. മോശ ദൈവപുരുഷനും ദൈവത്തിന്റെ മനുഷ്യനുമായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവിക നിയോഗം ലഭിച്ചവൻ, ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ടവൻ, ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ടവൻ. ഹല്ലേലൂയ. മാത്രമല്ല ദൈവഭവനത്തിലെ വിശ്വസ്തൻ. അങ്ങനെയൊക്കെ മോശയെക്കുറിച്ച് ഒരു നല്ലൊരു ശതമാനം വിവരണങ്ങൾ തന്നെ വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. അല്ലല്ലേ? അപ്പൊ മോശയുടെ പാട്ടുകളായിട്ട് അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വിവിധ അധ്യായങ്ങളെ കാണാം. ആവർത്തന പുസ്തകം 32, പുറപ്പാട് ഹല്ലേലൂയ പുസ്തകം നോക്കുമ്പോൾ 15-ാം അധ്യായം, വെളിപ്പാടിന്റെ 15:3 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ട് നല്ല ബന്ധം പുലർത്തി നമ്മുടെ രഹസ്യ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ സ്വമേധ പാപങ്ങളും മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ എല്ലാം നാം ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് അവയ്ക്ക് ഒരു പരിഹാരം വരുത്തണം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരുന്ന യേശുവാണ്. നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവരും യേശുവാണ്. അതുകൊണ്ട് നമ്മൾ സദൃശവാക്യം വായിക്കും, ലംഘനം മറച്ചു വെക്കുന്നത് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കുമെന്ന്. അപ്പൊ ലംഘനം മറച്ചു വെച്ച് കൊണ്ട് പലരും ജീവിക്കുന്നുണ്ട്. പലരും ലംഘനം ഏറ്റു പറയുന്നവരുണ്ട്. പക്ഷെ അവരെന്നെ ആരും ഉപേക്ഷിക്കത്തില്ല. ഏറ്റു പറയും, വീണ്ടും അതേ അനുഭവത്തിലേക്കാണ്. പ്രേക്ഷണം. ഇപ്പൊ ജീവിതത്തിലെ സകല പാപങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നാം നിർമ്മല മനസ്സാക്ഷിയുള്ളവരായി തീരണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക. ദാവീദിന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചപ്പോൾ ദാവീദ് ദൈവത്തിന് നെടുമ്പാട് വീണ് കരഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പ്രൈസ്. ആ ദാവീദ് പിന്നത്തേത് സങ്കീർത്തനം എഴുതുമ്പോൾ 32-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതി വെച്ചു: ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദാവീദിന് പാപം ചെയ്തതിന്റെ പരിണിത ഫലം എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കി വ്യക്തിയാണ്. ദാവീദ് പാപം ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല, കേട്ടില്ല എന്നോർത്ത് താൻ പഴയതുപോലെ തന്നെ മട്ടുപ്പാവിൽ ഉലാവി നിൽക്കുന്ന സമയമാണ് ദൈവം തന്റെ പ്രവാചകനായിരിക്കുന്ന നാഥാനെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയക്കി. ദാവീദ് ചെയ്ത പാപം അതേ വിധത്തിൽ പ്രവാചകൻ ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ മരിക്കണം. പക്ഷെ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്. പ്രേക്ഷകം. അപ്പോൾ ദാവീദിനുണ്ടായ മനോവേദന എത്ര ഭയാനകമാണ്. നെടുമ്പാട് വീണ് കിടന്ന് ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്, നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുതേ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സോർക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അങ്ങനെ വലിയൊരു നിലവിളി മോശ ചെയ്ത് സങ്കീർത്തന പുസ്തകം 51:10 വായിച്ചാൽ കാണാൻ കഴിയും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം എന്ന് പറയുന്നത് പിശാച് കൊണ്ടുത്തരുന്നതാണ്. പാപത്തിന്റെ കർത്തൃത്വം സാത്താന്റെ കയ്യിലാണ്. അവൻ സകല മനുഷ്യരെ കൊണ്ടും പാപം ചെയ്യും.
എത്ര വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിച്ചാലും സാത്താൻ നമ്മുടെ ഉള്ളിൽ പാപം കൊണ്ടുവരും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം കൊണ്ടെത്തന്ന് നമ്മെ വശീകരിക്കാൻ പോകും. അവൻ നമ്മെ ദൈവീയാഗ്രഹത്തിൽ തള്ളിയിട്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞിട്ട് വേണം ആത്മീയ ജീവിതത്തെ നാം മുന്നോട്ട് നയിപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം അനവധി ആളുകൾക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവരെല്ലാം മരുഭൂമിയിൽ മരിക്കുവാൻ കാരണമായി. അവസാനമായി സ്വന്തം സഹോദരനായിരിക്കുന്ന അഹരോൻ മരിച്ചപ്പോൾ അവന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, സംസ്കാര വേളയിൽ രചിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ 90 സങ്കീർത്തനം കാണുന്നത്. ഹല്ലേലൂയ. അനേക നൂറ്റാണ്ടുകളായി അനേക ആയിരം വിശ്വാസികൾ തങ്ങളുടെ ഹൃദയത്തിലേറ്റിയ ഒരു സങ്കീർത്തനം കൂടാണ് 90 സങ്കീർത്തനം. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുളിർമയും സന്തോഷമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്ന അകൃത്യങ്ങളെ അത് നമ്മളിൽ വെച്ച് വളരുവായിട്ടേകാതെ അതിനെ നമ്മൾ അടർത്തിയെടുത്ത് കളയണം. പ്രേക്ഷകർ, പാപത്തിന്റെ വേരുകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മുളയ്ക്കരുത്. പാപം വന്നു കഴിഞ്ഞാൽ ഹൃദയം നശിക്കും. പാപം ഹൃദയത്തിൽ പ്രവേശിച്ച ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെടും. പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടും. ഹല്ലേലൂയ. പ്രൈസ്. ഏദൻ പർദീസയിൽ ദൈവം ആക്കിവെച്ച ആദവിലും ഔവയിലും പാപം പ്രവേശിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് ദൈവിക തേജസ്സാണ്. തേജസ് നഷ്ടപ്പെട്ടവർ ലജ്ജിതരായി നാണം വന്നവർക്ക് അവർ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം വീലാടിയപ്പോൾ തോട്ടത്തിൽ വന്നപ്പോൾ അവരുടെ നഗ്നത ഒളിച്ചെങ്കിലും അവിടെ ഒരു യാഗം നടന്ന തോൽവസ്ത്രം ധരിപ്പിച്ചു. പക്ഷേ അവർക്ക് ഏതം തോട്ടം നഷ്ടമായി. തേജസ് നഷ്ടപ്പെട്ടു, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവമുള്ള സംബന്ധം നഷ്ടപ്പെട്ടു, ദൈവമുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു. മാത്രം ഏതൻ പാർദീസ നഷ്ടപ്പെട്ടു. പാപം മുഖാന്തരം സംഭവിച്ചതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, പാപ ജീവിതത്തിൽ വരുമ്പോൾ ദൈവിക കൂട്ടായ്മയും ദൈവിക സന്തോഷവും സമാധാനവും ദൈവികമായ സാന്നിധ്യവും നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. പലരും പാപം ചെയ്തിട്ട് പറയും സാരമില്ല, ആരും കണ്ടില്ലല്ലോ എന്ന് പറയുന്നവരേറെയുണ്ട്. പക്ഷെ പാപത്തെ ദൈവം കാണുന്നു. ഞാനും നിങ്ങളിൽ ചെയ്യുന്ന ഓരോ പാപങ്ങളും ദൈവം കാണുന്നു. ദൈവം കാണാത്ത ഒരു സംഭവങ്ങൾ ഈ ഭൂമിയിലില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടാണ് മോശ പറഞ്ഞത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ് ലോർഡ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ പ്രേരണ ഉള്ളിലുണ്ടാകുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ആലോചന നൽകും. അത് അരുതെന്ന് പറയും. അല്ലേ? അരുതേ എന്ന് പറയുന്ന വാക്ക് നിന്റെ ആത്മാവിൽ കേൾക്കുമ്പോൾ പാപത്തിൽ നീ പുറത്തോട്ട് പോകണം. പാപം എന്ന് പറയുന്നത് നമ്മളെ വിവിധ തലങ്ങളിൽ വശീകരിക്കുന്നതാണ്, വിവിധ മേഖലകളിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് വചനം, നീതിമാൻ ആരുമിൽ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ പലരും പറയും ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതാണെന്ന് പറയുന്നവരിൽ പോലും പാപം പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളെ മുഴുവനും പാപത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരം എന്തെല്ലാം നാശങ്ങളാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത്, ദേശത്തിൽ സംഭവിക്കുന്നത്, സമൂഹത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ സമാധാനവും സൗകര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, യഹോവയായ ദൈവത്തിന്റെ മുഖത്തിൽ വലിയ പ്രകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ 8 വാക്യം എഴുതിയത്, നമ്മുടെ രഹസ്യഭാവങ്ങളെ അവന് മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു പറയുമ്പോൾ ദൈവത്തിന്റെ മുഖത്തിൽ വലിയ പ്രകാശമുണ്ട്, വലിയ വെളിച്ചം തന്നെയുണ്ട്. പ്രൈസ്. നമ്മൾ ആ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആ മുഖം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വിശുദ്ധമായിട്ട് ജീവിക്കണം. നാം ജീവനോടെ ഇരിക്കുമ്പോൾ ഈ വചനമൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് കർത്താവ് പറയണം, നീ ഇതുവരെ എന്റെ മുഖം കണ്ടിട്ടില്ല, നീ എന്റെ മുഖം കാണുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നീ വിശുദ്ധ ജീവിതം നയിക്കണം. രക്തം ചെയ്യാം. പ്രൈസ്. അപ്പം ദൈവത്തിന്റെ മുഖത്ത് വലിയ പ്രകാശമുണ്ട്, വലിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ കർത്താവ് എല്ലാ
ചരാചരങ്ങളെയും നോക്കിയാണ്. ദൈവമുഖത്തിലുള്ള പ്രകാശത്തിലൂടെ, ദൈവമുഖത്തിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ വലിയ വെളിച്ചത്തിലൂടെ ഭൂമിയിലുള്ള സകല സൃഷ്ടികളെയും കാണുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ പണ്ട് കാലത്ത് ഹല്ലേലൂയ കള്ളു കുടിക്കാൻ ഒരു ഷാപ്പിൽ പോകുമായിരുന്നു. സ്തോത്രം. ആരും കാണാതെ കുറുക്കു വഴിയോടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. എന്തുകൊണ്ട് ആരും കാണുന്നു? പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കള്ളുകൂടി കഴിയുമ്പോൾ എന്തായാലും ആള് കാണും. പ്രൈസ് ദി ലോർഡ്. അനി ആൾക്കാരെ കണ്ടാവും ഭാവം കണ്ട് പോട്ടെന്ന് വെക്കാം. പക്ഷെ ദൈവം കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സുന്നി, രഹസ്യമായിട്ട് കള്ളൻ ഷാപ്പിൽ പോയാലും ബാറിൽ പോയാലും ബീവറേജിൽ പോയാലും അധാർമ്മികത നടക്കുന്ന, അശുദ്ധമായി നടക്കുന്ന, പരസംഗം നടക്കുന്ന വ്യഭിചാരശാലകളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും സകല അശുദ്ധമായ സ്ഥലത്ത് പോയാലും ഹല്ലേലൂയ ദൈവം കാണും. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു. ഭയങ്കര പരാതിയാണ്. എന്നെ അദ്ദേഹം വിടത്തില്ല, ഫോണിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞ, എന്റെ പാസ്റ്റർ, ഞാനിപ്പോൾ ഒരു പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പം ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ തമ്മിൽ വളരെ സുഹൃത്തുക്കളുമാണ്. അപ്പൊ ഈ വിളിച്ച വ്യക്തി വീണ്ടും ചോദിച്ചു, എന്താ പാസ്റ്റർ ഫോൺ എടുക്കാൻ പറ്റാത്ത, വല്ല അപകടം വല്ലതും സംഭവിച്ചു? അപകടമൊന്നും സംഭവിച്ചില്ല, ഞങ്ങളൊരു സിനിമ കാണുകയാണ്. ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുകയാണ്. അപ്പൊ വിളിച്ച ദൈവദാസൻ ചോദിച്ചു, അങ്ങനെ പാസ്റ്റർമാർക്ക്, ഉപദേശിമാർക്ക് സിനിമ കാണാൻ പറ്റുമോ? അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞെന്താ പറയണേ, എല്ലാവരും കാണുന്നില്ലേ, നമുക്കും ചെറിയ സമയപ്പോക്കൊക്കെ വേണ്ടേന്ന്. എന്നിട്ട് ആ വ്യക്തിക്ക് തിരിച്ചു മറുപടി എന്ന് പറയാനില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ ഫോൺ പാത്ത് വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഞാനൊരു പാസ്റ്ററെ വിളിച്ചു, ഉപദേശിയെ വിളിച്ചു, അദ്ദേഹം സിനിമ കാണുക, പാസ്റ്റർ നല്ല വചനം അയച്ചു തരാൻ പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് നല്ല വചനമൊന്നും എന്റെ പക്കലില്ല. ഇനി ഞാൻ അദ്ദേഹത്തിന് നല്ല വചനം അയച്ചു കൊടുത്തത് കൊണ്ട് അദ്ദേഹം മാനസാന്തരപ്പെടുന്നില്ല. ഇന്നൊരിക്കലല്ലേ നിങ്ങൾക്ക് അദ്ദേഹം സിനിമ തിയേറ്ററിൽ ഇരിക്കും നിങ്ങൾ അറിഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിരന്തര ജോലി അതാണ്. എൻ്റെ ഏരിയ. അപ്പൊ ഞാൻ ആ ബ്രദറിനെ ഒന്ന് ആശ്വസിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഞാനൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ശാന്തനാക്കി. കാരണം നമ്മൾ ചെയ്യരുതാത്ത, നമ്മൾ പോകരുതാത്ത, നമ്മൾ പ്രവർത്തിക്കരുതാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഇന്നത്തെ കാലം ദൈവസഭ ഒരു വീട് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദൈവദാസ, അനവധി ദൈവദാസ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? എന്തിനാണ് മാനസാന്തരപ്പെട്ടത്? എന്താണ് മാനസാന്തരം, രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വേർപാട്, വിശുദ്ധി എന്നൊക്കെ പറയുന്നത്? അല്ലേ? ഇതൊക്കെ ആരെ കാണിക്കാൻ, ആരെ തൃപ്തിപ്പെടുത്താൻ, ആരെ സന്തോഷിപ്പിക്കാനാ? ദൈവത്തെ സന്തോഷിപ്പിക്കാനോ? അപ്പം ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് രക്ഷിക്കപ്പെട്ടത്, മാനസാന്തരപ്പെട്ടത്, സ്നാനപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ചത്, വിശുദ്ധിയും വേർപാടും ആചരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ ദൈവം വിലക്കിയിരിക്കുന്ന എല്ലാത്തിനെയും നീ വർജിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവന് സിനിമ കാണാൻ പാടില്ല. അത് വീട്ടിലെ ടിവിയിലാണെങ്കിൽ പോലും കാണരുത്. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യം, ഏത് വീട്ടിൽ ചെന്ന്, വിശ്വാസികളുടെ വീട്ടിൽ ചെല്ലുമ്പം ആദ്യം ടിവിക്കകത്തെ സിനിമയും അവിടെ നടക്കുന്ന കച്ചറയായിരുന്നു. പാസ്റ്റർമാർ ഇങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് പെട്ടെന്ന് റിമോട്ട് എടുത്ത് ഓഫാക്കി പെട്ടെന്ന് എവിടുന്ന് എന്തെങ്കിലും തുണിയൊക്കെ വലിച്ച് തലയിലിട്ട് പിന്നെ നിൽക്കുന്ന കണ്ട ഭക്തി നിർഭരമായ ചില നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത്ര പഞ്ചഭാവം. കപട വിശ്വാസികളോട് ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് നീ കാപട്യം കാണിച്ചിട്ട്, കപടത്തരം കാണിച്ച്, സിനിമയും കണ്ടിട്ട്, റിയാലിറ്റി ഷോ കണ്ട്, സീരിയലും കണ്ടിട്ട്, കോമഡിയും കണ്ട്, സകല അശുദ്ധി ദുഷ്കർമ്മം ചെയ്തിട്ട്, കള്ളും കുടിച്ചിട്ട്, വെറും തോന്നിവാസം ജീവിച്ചിട്ട് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് നീ ഒരിക്കലും കരുതണ്ട. നിനക്കൊരുക്കിയിരിക്കുന്ന നരകക്കടലാണ്, നരകാത്തി. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ടതാണെങ്കിൽ മാനസാന്തര യോഗ്യമായ ഫലം കായിക്കണം. നീ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിട്ടുണ്ടെന്ന്. നീ ചെയ്ത സകല പാപങ്ങൾ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. നമ്മുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കോടി ഒളിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ കോടി ഒളിക്കാൻ കഴിയുമോ? മനുഷ്യനെ ഒരുപക്ഷെ മറച്ചുവെക്കാം, നിയമത്തെ മറച്ചുവെക്കാം, സഭയെ മറച്ചുവെക്കാം, പാസ്റ്റർമാരെ മറച്ചുവെക്കാം, നിന്റെ മക്കളെ നിനക്ക് വേണേൽ മറച്ചുവെക്കാം. പക്ഷെ നിന്റെ പാപം അറിയാതിരിക്കാം. പക്ഷെ നീ ദൈവത്തെ എങ്ങനെ മറയ്ക്കും? ലേഡി, വിശുദ്ധ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ലേഡി, വിശുദ്ധ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. നാസിർ വ്രതത്തെ കുറിച്ചൊക്കെ സംഖ്യാപുസ്തകമാരിൽ വായിക്കുന്നുണ്ട്. നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ വേർപാടെന്നൊക്കെയാണ്. അല്ലേരിയ.
ഇതാ തനിച്ചു പാർക്കുന്ന ജനജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വചനം വായിച്ച പോലെ ജീവിതത്തിൽ അത് പ്രായോഗികമായി കൊണ്ടുവരണം. പ്രൈസലോ, ഹല്ലേലൂയ. പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കരുത്. പാപത്തിന്റെ തായ്വേര് നമ്മുടെ ഉള്ളിൽ വളരാൻ അനുവദിക്കരുത്. ഒരു പ്രാവശ്യം പാപം ചെയ്താൽ പിന്നീട് ആ പാപത്തിന്റെ പ്രലോഭനം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളിൽ മോഹം വർദ്ധിപ്പിക്കും, മോഹം ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപം ഒഴുതിട്ട് പാപത്തെ പ്രസവിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് നഷ്ടമാകാതെ, ജീവന്റെ പുസ്തകത്തിന്റെ പേര് മായ്ച്ചു കളയാതെ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ നിന്നെങ്കിൽ മാത്രമേ നിന്റെ മരണം കൊണ്ട് നിനക്ക് നിത്യതയിലെത്തണമെങ്കിൽ, അല്ല കർത്താവിന്റെ വരവെങ്കിൽ, കർത്താവിനോട് എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധ ജീവിതം തന്നെ നയിക്കണം. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണു പോകരുതെന്ന്. നമ്മുടെ കുടുംബം എത്ര പരിഭാവനമായി നടത്തേണ്ടതാണ്. കുടുംബം എത്ര പരിഭാവനമായിരിക്കണം. നമ്മുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധമായതായിരിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ തായ്വേര്, പാപത്തിന്റെ വഴികൾ, പാപത്തിന്റെ വിത്തുകൾ വളരരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തിന് 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്ക് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, ദൈവപുരുഷനായ മോശ, ഈ മോശയുടെ ആദ്യത്തെ 40 വർഷം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടു. ഈജിപ്തിലെ എല്ലാ അനുഭവങ്ങളും അവൻ നന്നായിട്ട് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മിസ്രൈമിലെ കൊട്ടാരത്തിൽ വളർന്നു. എന്നാൽ മോശയുടെ ഉള്ളിൽ ഞാൻ മിസ്രൈമിനല്ല, ഞാൻ ഇസ്രായേലിനാണ് എന്നൊരു ഉണർവുണ്ടായിരുന്നു. 40 വർഷം മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ മോശ വളർന്നപ്പോഴും, ഫറവോന്റെ പുത്രിയുടെ മകനായി വളർന്നപ്പോഴും, മിസ്രൈമിലെ എല്ലാ അഭ്യാസവും നന്നായി പഠിച്ചിട്ടും ജ്ഞാനം ഉണ്ടായിരുന്നിട്ടും മോശയുടെ ഉള്ളിൽ എപ്പോഴും ചിന്തയുണ്ടായിരുന്നു, ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകനല്ല, അവരെന്നെ എടുത്തു വളർത്തിയതാ, ഞാൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, എന്റെ സഹോദരന്മാരാണ് ഇവിടെ കിടന്ന് അടിമപ്പണി ചെയ്യുന്നത്, അവരെ എനിക്ക് ഇവിടുന്ന് വിടുവിക്കണം, അവരെ മോചിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മിസ്രൈമിൽ രാജകീയ പദവി ഉണ്ടായിട്ട് പോലും മോശ തന്റെ ജീവിതത്തിൽ താനൊരു ഇസ്രായേലിനാണെന്നുള്ള ഉണർവുണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്തെല്ലാം സുഖരൂപമായ സുഖകരമായ പദവികൾ നിനക്ക് കിട്ടിയാൽ, എത്ര ഉന്നതമായ ഉയർച്ചകൾ നിന്നെ കിട്ടിയാൽ, സ്ഥാനമാനങ്ങൾ കിട്ടിയാലും, എന്തെല്ലാം നിനക്ക് ആമേ തരാമെന്ന് വാഗ്ദത്തം ചെയ്താലും, മോശയെ പോലെ ഞാൻ ഇസ്രായേലിനാണെന്നുള്ള ഉണർവ് ഹൃദയത്തിലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ ലോകം മുഴുവൻ ഇങ്ങോട്ട് എഴുതി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും പാപത്തിൽ വീഴാൻ ആഗ്രഹിക്കുന്നില്ല. ലോകം മുഴുവൻ എഴുതി തരാം പാസ് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ, മോശം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞിട്ട് എന്റെ ഉള്ളിൽ ദൈവം പറയും, നീ എന്റേതാണ്, നീ ലോകത്തെ ആശ്രയിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെതാകട്ടോ, നമ്മൾ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിയെടുത്ത് നമ്മെ വിശുദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനെ നമ്മൾ അനുഗമിക്കണം. ലോക സംഭവങ്ങളും ബൈബിളിലെ പ്രവചനങ്ങളും ഓരോന്നും പൂർത്തീകരിച്ചുകൊണ്ട് നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സാമ്യം മധ്യാകാശ വരെ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴികുന്ന സമയത്തോ രാവിലെയോ എന്നറിയാകിയാൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവൻ കള്ളനെ പോലെ വരും. കണ്ണിമയ്ക്കുന്ന വില്ലുടി നേരത്തിനുള്ളിൽ അവൻ കള്ളനെ പോലെ വരും. അതുകൊണ്ട് താങ്കൾ ഒരുക്കമുള്ളവനാണോ, ഒരുക്കമുള്ളവളാണോ? പ്രൈസ്. ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി നിത്യത നഷ്ടപ്പെടുത്തി കളയുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് നടക്കണം. പ്രൈസ്. അപ്പൊ മോശ അല്ലെങ്കിൽ മിസ്രൈമിലായിരുന്നിട്ടും തന്റെ ഉള്ളിലെ ഇസ്രായേൽ എന്ന് ഉണർവ്, ഇസ്രായേൽ ജനങ്ങളെ എങ്ങനെയെങ്കിലും ഈജിപ്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിക്കണം എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനാൽ ഒരു ഈജിപ്തുകാരനെ അവൻ അടിച്ചു കൊന്നു. ആരും ഹല്ലേലൂയ അറിയാത്ത വിധത്തിൽ അവനെ കുഴിച്ചുകൂടി മോശ. ഹല്ലേലൂയ. ഒരു മിസ്രൈമിന് ഒരു ഇസ്രായേലിനോട് അടിയുണ്ടാകുന്നത് മോശ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മോശ എന്ന മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണ്ണിൽ മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ. തെറ്റായ അനുഭവങ്ങൾ, തെറ്റായ ജീവിത സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, അത്യുഗ്രമായ കോപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരുമ്പോൾ ഒരുപക്ഷെ നാം കൊല ചെയ്യേണ്ടി വരും. പ്രൈസ്. മോശം ഇസ്രായേലിലെ എല്ലാ ജ്ഞാനവും അഭ്യസിച്ചിട്ടും എല്ലാം കൊണ്ടും നല്ല കഴിവുകൾ ഉണ്ടായിരുന്നവനായിട്ടും മോശ പെട്ടെന്ന് തന്റെ സഹോദരന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഇസ്രായേലിനെ അടിച്ചു വന്നൊരു കുലപാതകൻ എന്നുള്ള പേര് സമ്പാദിക്കാൻ കാരണമായി. ഹല്ലേലൂയ. സ്തോത്രം.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ രഹസ്യ പാപങ്ങളെ കാണുന്ന കർത്താവിന്റെ മുഖത്തിന്റെ പ്രകാശത്തിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകും. അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ രഹസ്യങ്ങളെ കാണുന്ന കർത്താവിന്റെ മുഖത്തിന്റെ പ്രകാശത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നത് 2000-ലാണ്. അല്ലേ? 26 വർഷമായി. ഞാൻ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും കർത്താവിന്റെ മുഖപ്രകാശത്തിൽ ദൈവം വെച്ചിരിക്കുക. സ്വതന്ത്രം. നമ്മൾ എത്രമാത്രം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ എത്രമാത്രം നമ്മൾ ഭയപ്പെട്ടാണ് നമുക്ക് ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പലർക്കും ക്രൈസ്തവ ജീവിതം വേണ്ടാത്തത്. കാരണം ഇവിടെ വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കണം. പലതിനെയും നമുക്ക് തൊടാൻ പറ്റത്തില്ല, രുചിക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല, പലയിടത്തും പോകാൻ പറ്റത്തില്ല, പോയി ഇരിക്കാൻ പറ്റത്തില്ല, പലരോട് ചേർന്ന് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് വിലക്കുകൾ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളതിനെയൊക്കെ ഹല്ലേലൂയ തരണം ചെയ്ത് നമ്മുടെ ഉള്ളിലൊരു ചിന്താഗതി ഉണ്ടാകണം. ഞാൻ ഈ ഭൂമിയിലാണ് വസിക്കുന്നതെങ്കിലും എൻ്റെ പൗരത്വ സ്വർഗത്തിലാണ്. മോശം ഇസ്രായേലിലാണെങ്കിലും മോശയ്ക്കറിയാം ഞാനൊരു ഇസ്രായേലിനാണെന്ന് മോശയുടെ ഉള്ളിൽ ഉണർവുണ്ടായിരുന്നത് പോലെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണർവുണ്ടാകണം. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഞാൻ ഈ ഭൂമി താൽക്കാലികമാണ്. എൻ്റെ സ്ഥിരമായ രാജ്യത്തിലേക്ക്, എൻ്റെ സ്ഥിരമായ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകാൻ സമയമായി. അതുകൊണ്ട് ഇവിടുത്തെ യാതൊരു പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്ന് അത് ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കാതെ എൻ്റെ ജീവിതം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ദൃഢ മനസ്സാണ് നമുക്ക് ആവശ്യം. അല്ലേ? നമുക്ക് ദൃഢമായ മനസ്സ് വേണം, ഉറപ്പുള്ള തീരുമാനം വേണം. അല്ലേ? ഉറപ്പുള്ള ചങ്കൂറ്റത്തോടുകൂടി എടുക്കുന്ന തീരുമാനത്തിനകത്ത്, ഉറപ്പിനകത്ത്, പിന്നത്തേതിനകത്ത് ഇളവുണ്ടാകരുത്. ഹല്ലേലൂയ, സ്തോത്രം. വീണും എഴുന്നേറ്റും നടക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വീണും എഴുന്നേറ്റും അങ്ങനെ പോയിടത്തും ദൈവം നമ്മെ വിളിച്ചിട്ട് നമ്മുടെ നരിയാണി ഉറപ്പിച്ചിരിക്കുക ഈ ഭൂമിയിൽ. പാപത്തിൽ വീഴാതെ കാലുകളെ നീ സൂക്ഷിക്കണം. എന്റെ വചനം എന്റെ കാലിന് ദൈവം, എന്റെ പാതയ്ക്ക് പ്രകാശം എന്നൊക്കെ വചനത്തിന് വായിക്കുന്ന പോലെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഈ സങ്കീർത്തന പുസ്തകം 90-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ച്, ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. വാസ്തവത്തിൽ 90-ാം സങ്കീർത്തനം വായിക്കും ഹൃദയത്തിൽ ഭയം ഉണ്ടാകണം. ഭയം വന്നെങ്കിൽ മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് പാപം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല, ഒരു മടിയില്ലാതെ പാപം ചെയ്യുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നമ്മൾ അങ്ങനെ ആകരുത്. നമുക്കൊരു നിത്യതയുണ്ടെന്ന്. സ്തോത്രം. നിത്യതയുണ്ട്. ആ നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജീവിക്കണം. ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് പ്രത്യാശയോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഉള്ള ചിന്തകളൊന്നുമില്ല. അവരെന്തൊക്കെയോ കെട്ടുകഥകളും കിഴവിക്കഥകളും പഴഞ്ചൊല്ലും പഴമകളും ഒക്കെ പറഞ്ഞു ജീവിക്കുക. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരിലെ നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ഈ ഭൂമി താൽക്കാലികമാണ്, എൻ്റെ പൗരത്വ സ്വർഗത്തിലാണ്, ഞാൻ ഈ ഭൂമി വിട്ടു പോകേണ്ടവനാണ്. ഞാൻ ഭൂമി വിട്ടു പോകുമ്പോൾ, ഈ കൂടാരം ഒഴിയുമ്പോൾ, ഈ കൂടാരത്തിന് ജീവൻ പോകുമ്പോൾ എൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തണമെന്നുള്ള ദൃഢവിശ്വാസത്തിന്റെ ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. ആ അനുഭവത്തിൽ വേണം നീ ജീവിക്കുക കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ചിന്തിക്കും, പാപം ചെയ്യുന്നവന്റെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണ്. പാപം ചെയ്യുന്നവന്റെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണ്. പാപം ചെയ്യുന്നവന്റെ മക്കൾ ശപിക്കപ്പെട്ട മക്കളാണ്. അപ്പനമ്മോര് ചെയ്താൽ മതി, മക്കളത് കണ്ടുപിടിച്ച് അവരും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പാപം നമ്മുടെ കുടുംബത്തെ വാഴരുത്. നിന്റെ കുടുംബത്തെ നീ മാതൃകാ ജീവിതം നയിക്കണം. നിന്റെ കുടുംബത്തെ നീ ഭദ്രമായി സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തുള്ള കൂട്ടായ്മ നിന്റെ കുടുംബം പണിതെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ആ പാദപൂരം അനുഗമിക്കണം. അവനെ അനുഗമിച്ചുകൊണ്ടിരിക്കണം. ഓട്ടം സ്ഥിരതയോടെയൊക്കെ ഓടണം. സ്ഥിരത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല വഴിയിലൂടെ ഓടും. ഹല്ലേലൂയ, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ജീവനുള്ളതുപോലെ, ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ എന്തുണ്ട്? ജീവനുണ്ടെന്ന്.
ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ജീവനുള്ളത് കൊണ്ടല്ലേ ആ വെളിച്ചത്തിൽ ദൈവം എല്ലാവരെയും കാണുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ജീവനുള്ളതുപോലെ അലരിയ അവന്റെ കോപവും അലിയ നാശകരമാകുന്നതാണ്. അപ്പൊ അവന്റെ മുഖപ്രകാശത്തിൽ ജീവനുള്ളതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ മുഖപ്രകാശത്തിൽ കോപം നമ്മുടെ മേൽ ജ്വലിച്ചാൽ അല്ലേലിയ നമ്മൾ അടി വാങ്ങുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നമ്മൾ അടി വാങ്ങാതെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ അകൃത്യങ്ങൾക്കും രഹസ്യപാപങ്ങൾക്കും തക്കവണ്ണം അവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപങ്ങൾ കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളഞ്ഞു എന്ന് സ്ഥിരീകരിച്ചു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും മുഖാന്തരം അവർ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി, മരുഭൂമിയിൽ മരിച്ചു എന്നാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസമുള്ള ബന്ധത്തിൽ പറയട്ടെ, ഞാൻ നീയും മരണത്തിന് ഏൽപ്പിക്കപ്പെടേണ്ട സ്ഥാനത്ത്, പാപം മുഖാന്തരം അകൃത്യം മുഖാന്തരം മരണപ്പെടേണ്ട സ്ഥാനത്ത് ദൈവം നമ്മോട് കരുണ കാണിച്ച് മനസ്സലിഞ്ഞതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ചുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളിലെ പാപങ്ങളെ ദൈവം ഗണ്യമാക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണ്ടേ? വിശുദ്ധ ജീവിതം നയിക്കണം. അശുദ്ധമായതിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ പ്രവേശിപ്പിക്കരുത്. അല്ലേല് ചന്ദനത്തോട് ചേർന്ന് ചന്ദനം നാടുന്ന ചന്ദനത്തിന്റെ സുഗന്ധം ഉണ്ടാകും. ചന്ദനമരം വെട്ടിയ കോടാലി ചുമന്നല്ല, കോടാലിക്കും ചന്ദനത്തിന്റെ സുഗന്ധം ഉണ്ടായിരിക്കുമെന്നാണ്. എന്നാൽ ചാണകത്തോട് ചേർന്ന് നടന്ന ചാണകത്തിന്റെ നാരുണ്ടാകും. ചാണകത്തിന് ചന്ദനത്തിന്റെ മണം തരാൻ പറ്റത്തില്ല. അല്ലേലിയ. അതുകൊണ്ട് നമ്മൾ നടക്കുന്നത് ഏതിനോട് ചേർന്നായിരിക്കണം? ചന്ദനമരത്തോട് ചേർന്ന് നടക്കുന്ന പോലെ തന്നെ നമ്മുടെ കർത്താവിനോട് നമ്മൾ ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. താൽക്കാലികമായി ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ദൈവത്തെ നീ മറുത്തു പറയരുത്. താൽക്കാലികമായി ഒന്നിനു വേണ്ടി ദൈവത്തെ മറുത്തു കളയരുത്. ജീവിതത്തിൽ കഷ്ടം കടന്നു വരാം, കടങ്ങൾ വരാം, ബാധ്യതകൾ കടന്നു വരാം, നിന്ദകൾ കടന്നു വരാം, ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ശോധനകൾ ഒന്നിനു പുറകെ ഒന്ന് പരിശോധനകൾ വന്നേക്കാം. ഹല്ലേലൂയ. പലപ്പോഴും തകർന്നും തോന്നിയേക്കാം. ഇനി എന്തിനു ജീവിക്കുന്നു എന്തൊക്കെയുള്ള ചിന്താഗതി മനസ്സിൽ വന്നാൽ പോലും നാം ദൈവത്തോട് പാപം ചെയ്യാതെ, ദൈവത്തിനെ പിറുവിറുക്കാതെ, ദൈവം നമുക്ക് തന്ന വിശുദ്ധയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെക്കുറിച്ച് ദർശനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. ദർശനം നഷ്ടപ്പെട്ടു പോയ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ദർശനം നഷ്ടപ്പെട്ടു പോയ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അല്ലേലേ. ദർശനം നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഇന്നും ലോകത്തിന്റെ ജഡിക സുഖങ്ങളിൽ, ജഡിക പാപങ്ങളിൽ അവർ പങ്കാളികളായിത്തീരുന്നത്. ദർശനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന്? അവർ പാപത്തിലേക്ക് പ്രവേശിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദർശനം നഷ്ടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ തങ്ങളുടെ നാളുകളെ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുമ്പോൾ, അവൻ തങ്ങളുടെ നാളുകളെ നെടുവീർപ്പ് കഴിക്കുമ്പോൾ ധന്യരായി ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. പ്രഭാതത്തിൽ കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വരുന്ന സമയം തൊട്ട് നീ വൈകിട്ട് കിടക്കാൻ പോകുന്നിടം വരെ നിന്റെ ജോലിയിൽ, യാത്രയിൽ, നീ പോകുന്ന സമൂഹത്തിന്, നീ ഇരിക്കുന്ന ജോലി സ്ഥലത്തും ആരോടെല്ലാം നീ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടോ, സമ്പർക്കം നടത്തുന്നുണ്ടോ, ഏതെല്ലാം മേഖലകളിൽ നീ പകൽ കടന്നുപോയാലും നീ ഒരു ദൈവ പൈതലാണെന്ന് നീ മറന്നു പോകരുത്. നീ ഒരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെതാണ്. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി യേശുവിന്റെ രക്തത്താണ് ഞാൻ കഴുകപ്പെട്ടവനാണ്, ശുദ്ധീകരിക്കപ്പെട്ടവനാണുള്ള ചിന്ത സദാസമയം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വിധത്തിലും ഒരു കാരണവശാലും ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വീട് പോകരുത്. പാപം നിന്നെ വലിച്ചിഴച്ചു കൊണ്ട് പോകരുത്. സാത്താന്റെ പ്രലോഭനങ്ങളിലേക്ക് നീ വീഴരുത്. ഹല്ലേലൂയ. സ്തോത്രം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രമാത്രം ശുദ്ധിക്കണം, പ്രാപിക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കുന്ന വചനം കേട്ടോ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. അപ്പൊ എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുക്കളുണ്ടെന്നല്ലേ അതിനകത്ത് അർത്ഥം? അല്ലേറിയ. കുടുംബത്തിലായിരിക്കാം ശത്രുക്കൾ, സഭയിലായിരിക്കും ശത്രുക്കൾ, സമൂഹത്തിലായിരിക്കും ശത്രുക്കൾ, ജോലി സ്ഥലത്തായിരിക്കും ശത്രുക്കൾ, നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ തൊഴിലിനകത്തായിരിക്കും ശത്രുക്കൾ. അതുകൊണ്ട് കർത്താവ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതെ, ദൈവത്തിന്റെ പേരിൽ ആമേ ശത്രുക്കളുണ്ട്. കർത്താവ് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ.
നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിന്നല്ലേ യേശു തന്റെ ഗിരിപ്രഭാഷണ 5-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ. അല്ലേ? അപ്പൊ നമ്മളെല്ലാ മേഖലയും ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാ മേഖലയിലും ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേ? നമ്മുടെ അകൃത്യങ്ങളെ ദൈവം തന്റെ മുമ്പിലും നമ്മുടെ രഹസ്യഭാവങ്ങളെ അവന്റെ മുഖപ്രകാശത്തിൽ വെച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കുന്നതിലല്ല കാര്യം കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യും, ക്ഷമ ചോദിക്കും. പ്രൈസ്. ആദ്യം നമ്മൾ പറയാനുള്ളതല്ലെന്ന് പറയും. ഇന്നത്തെ കാലത്ത് ദൈവമക്കളെയും ദൈവദാസന്മാരെയും വിശ്വാസികളെയും മറ്റുള്ളവരെ കണ്ടേ ഒരുത്തിനോടൊരു പ്രതികാരമുണ്ട്, ഒരുത്തിനോട് വാശിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറയാം, അവരങ്ങ് പ്രകടമായി വിളിച്ചു പറയും. അല്ലേ? എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞിട്ട് അടങ്ങുള്ളൂ. എന്നിട്ട് പറഞ്ഞു വെച്ചാൽ അവസാനം പറയും സോറി പറയും. എന്ത് സോറിയാ? ചുമ്മാ 10ാം ക്ലാസ്സും കുസ്തിയും പഠിച്ചേച്ച് ഏത് തെമ്മാടിത്തരം കാണിച്ച് ഏത് പാപം കാണിച്ച് സോറി പറയാന്ന് പറഞ്ഞാൽ അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. സോദരം, തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം. അല്ലേ? അതിൽ ഒഴിഞ്ഞ് നമുക്ക് ഇരിക്കാൻ കഴിയും. അത് ഒഴിഞ്ഞിരുന്നോ? എല്ലാത്തിനും സോറി പറഞ്ഞ് രക്ഷപ്പെടരുത്. പ്രൈസ്. എല്ലാത്തിനും സോറി. എന്ത് തെറ്റ് ചെയ്താലും സോറി സോറി സോറി. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ചിന്ത വേണം, ഞാൻ ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ആരോട് നീ സോറി പറയേണ്ട. പ്രൈസ്. തെറ്റിന്റെ പ്രലോഭനം, തെറ്റ് ചെയ്യാനുള്ള ആ ഒരു അനുഭവം നിനക്കുള്ളതുകൊണ്ടല്ലേ പിന്നത്തേതി അല്ലേ നീ സോറി പറയാനേ. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊരു പകയുണ്ട്, ഒരു പിണക്കമുണ്ട്. അത് ഞാൻ പറയാനങ്ങ് തീരുമാനിച്ചു. ഞാൻ എന്നെ കഴിക്കുന്ന വിധത്തിൽ, എനിക്ക് വായിൽ വന്നതുപോലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ഉള്ളിൽ പക നിങ്ങളോട് അങ്ങ് തീർത്തു. അല്ലേ? പിന്നെ ഞാൻ വന്നിട്ട് പറയാ, സാരമില്ല വാസേ, സാരമില്ല ചേട്ടാ, ക്ഷമിക്കണം കേട്ടോ, അന്നത്തെ ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ, മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ സഹോദര നീ നിൽക്കുന്നത്? ലജ്ജയില്ലേ നിനക്ക്? നാണം കെട്ട വിശ്വാസം, നാണം കെട്ട വിശ്വാസം. തെറ്റ് ചെയ്തിട്ട് സോറി പറയാൻ നടക്കുന്ന കുറെ എണ്ണമുണ്ട്. ഈശ്വരോ, തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. ആരോട് സോറി പറയണം? രക്തം ചെയ്യണം. തെറ്റ് ചെയ്തിട്ട് സോറി പറയാം. നിങ്ങളത് ചിന്തിച്ചു നോക്കിയുണ്ടോ? എനിക്കത് കേൾക്കുന്നത് വെറുപ്പാകട്ടോ. ഓരോ തെറ്റ് ചെയ്തിട്ട് സോറി പറയും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് സഹോദരൻ വിശ്വാസിയ, പുള്ളിയാണ് ഏറ്റവും വലിയ ഭക്തനെന്ന് പറഞ്ഞത്. പുള്ളി വലിയ ഭക്തനാണ്. ഞാൻ കത്തോലിക്ക പള്ളി വിട്ടു വന്നതാണ്. ഞാൻ ഒത്തിരി ദൂരം യാത്ര ചെയ്താണ് ആരാധനയ്ക്ക് വരുന്നത്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം കുറേ അങ്ങ് 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 ശകാരിച്ചു. അല്ലേ? ഭയങ്കര പ്രശ്നമാക്കി. ഇതെല്ലാം കണ്ട് സഭ അനങ്ങാതിരിക്കുക. സഭായോഗം കഴിഞ്ഞിട്ട് വന്നു പറയും സോറി കേട്ടോ വാസേ. അന്നേരം ദേഷ്യം, ഇവനോടൊക്കെ എന്താ പറയുന്നത്? ഇവനെയൊക്കെ വടിവെട്ടി അടിക്കണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ നമ്മൾ ഏതിന് ക്ഷമിക്കാൻ പറ്റണം, ഏത് കാര്യത്തിൽ ക്ഷമിക്കാൻ പറ്റണം. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവനായിരിക്കട്ടെ. കേൾപ്പാൻ വേഗതയുണ്ടായിരിക്കും, പറയുവാൻ താമസം, കോപത്തിന് താമസമുള്ളവനായിരിക്കണം. അല്ലാതെ എഴുത്തിയാടി അങ്ങ് പ്രതികാരം തീർത്തച്ചു പിന്നെ സോറി. ഇന്നത്തെ ആത്മീയ ഓളമൊക്കെ അങ്ങനെ കേട്ടോ. പ്രേക്ഷകൻ ഇതൊക്കെ നമ്മൾ നിത്യം അങ്ങനെ നീ എന്നും സോറി സോറി പറഞ്ഞിട്ട് നീ സ്വർഗത്തിൽ ചെല്ലാൻ ചിന്തിക്കരുത്. ഇന്നും നീ സോറി പറ്റി നിന്റെ പ്രതികാരം മുഴുവൻ അമ്മായിമ്മയോട് തീർത്ത, മരുമോളോട് തീർത്തിട്ട്, അപ്പനോട് തീർത്ത്, മക്കളോട് തീർത്തിട്ട്, സഭയോട് തീർത്ത്, ദൈവദാസനോട് തീർത്തിട്ട്, സമൂഹത്തിലുള്ള നിന്റെ പാപം മുഴുവൻ നിന്റെ പ്രതികാരം മുഴുവൻ അവരോട് ചെയ്ത് പറഞ്ഞു തീർത്തിട്ട് നീ സോറി പറഞ്ഞാലേ ദൈവം കേൾക്കത്തില്ല. ദൈവം നിന്റെ സ്വർഗരാജ്യത്തെ പടി കാണിക്കത്തില്ല. അല്ലേ? സ്വർഗരാജ്യത്തിന്റെ പടി ദൈവം നിന്നെ കാണിക്കത്തില്ല. ദൈവരാജ്യത്തിൽ പോകാൻ വിശുദ്ധ ജീവിതം ആവശ്യമാണ്. എപ്പോഴും തെറ്റിയത് സോറി പറയുന്ന ഒരു സ്വർഗത്തിൽ ചേർക്കത്തില്ല. കർത്താവാണെങ്കിൽ ഇവരെപ്പോഴും തെറ്റി വന്നിട്ട് ഇവന്റെ തൊഴിൽ സോറി 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 പറഞ്ഞ് നടക്കില്ല. അല്ലേ? അങ്ങനെ ആകരുത് ജീവിതം കേട്ടോ. പ്രവേശനം ഇവിടെ നിങ്ങൾക്ക് കോപം വളരെയധികമായി വരുന്നുവെങ്കിൽ നിങ്ങൾ തനിച്ചിരുന്ന് ഉപവാസം ഇരിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കോപം ഉള്ളിൽ വന്നാലേ നിങ്ങൾ ദൈവത്തിനെ തനിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിങ്ങൾ താഴ്മ പ്രാപിക്കണം. അല്ലേ? ആ കോപം മറ്റൊരാളോട് തീർക്കുവാനല്ല, നമ്മൾ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചാൽ നമുക്ക് താഴ്മയുണ്ടാകണം. അല്ലേ? കോപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും കോപവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ദൈവമേ എന്റെ ഈ നശിച്ച കോപത്തെയും വൈരാഗ്യത്തെയും എന്നിൽ നിന്ന് നീക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും കോപമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ആ മനുഷ്യനുള്ള, ആ സഹോദരനുള്ള, സഹോദരിയുള്ള, ആ വ്യക്തിയോടുള്ള കോപവും വൈരാഗ്യവും എൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷമിച്ച്
എനിക്ക് ആ വ്യക്തി സ്നേഹിപ്പാൻ കൃപ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസലോ. അല്ലാതെ നമ്മളങ്ങോട്ട് പ്രതികാരം ജയിച്ചു പോകാതിരുന്ന് ഉപസിക്കുന്ന നല്ല കാര്യം. പ്രൈസലോ. പകരത്തിന് പകരം ചെയ്യാതെ, അല്ലേ, ദോഷത്തിന് പോലെ ദോഷം ചെയ്യാതെ, ശകാരത്തിന് പോലെ ശകാരിക്കാതെ, അല്ലേ, നമ്മൾ ദൈവത്തിന് താഴ്മ ധരിക്കണം. പ്രൈസലോ. അല്ലേരിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു. അല്ലേരിയ. ആമി പറഞ്ഞു, മനുഷ്യന്റെ കോപം വെടിയുണ്ട പോലെയാണെന്ന്. ഒരു ഭക്തനായ മനുഷ്യൻ പറയാണ്, മനുഷ്യന്റെ കോപം വെടിയുണ്ട പോലെയാണ്, ഏത് സമയത്തും അത് മനുഷ്യനെ കൊല്ലുമെന്ന്. സത്യമില്ലേ? തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ട അത് എത്ര സ്പീഡിലാണ് പോകുന്നത്. തോക്കിൽ നിന്ന് പോകുന്നത് നമുക്കറിയില്ല, ഒച്ച മാത്രമേ കേൾക്കത്തുള്ളൂ. അത് ചെന്ന് തറയ്ക്കുന്നത് മനുഷ്യന്റെ ദേഹത്ത്, ആ മനുഷ്യനോട് വീഴുമ്പോഴാണ് വെടിയുണ്ട ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയെന്ന് നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞുള്ള നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ തോക്കിൽ നിന്ന് പുറപ്പെടുന്ന വെടിയുണ്ട പോലെ നമ്മുടെ കോപം. പ്രൈസലോ. അതിന് കോപത്തെ അടക്കണം. കോപത്തെ അടക്കി സൗമ്യനായി മാറണം. പ്രൈസലോ. അല്ലേരിയ. അപ്പൊ മോശ ഇസ്രായേലിലെ സകല ശാസ്ത്രങ്ങളിലും ബിരുദ പ്രാപിച്ചവരാണ്. മോശയ്ക്ക് ഇസ്രായേലിന്റെ ജ്ഞാനമുണ്ട്, എബ്രായരുടെ ജ്ഞാനമുണ്ട്. അല്ലേരിയ. സ്തോത്രം. അങ്ങനെ നല്ല അറിവ് അവൻ സമ്പാദിച്ചിട്ടുണ്ട്. കോപത്തിന്റെ ഫലമായി മിദ്യാൻ അവൻ ഓടിപ്പോയി. മോശയുടെ കോപമാണ് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയി മിദ്യാനിൽ വന്ന് പാർക്കേണ്ടി വന്നത്. അല്ലേലിയ. ആമിസുഖം. അവിടെ ആടുമാടുകളെ മേയ്ക്കേണ്ടി വന്നു. താൻ പഠിച്ച പാഠങ്ങളെല്ലാം അത് വളരെ പ്രയോജനരഹിതമായി. ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നതുകൊണ്ട് താൻ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ മിസ്രൈമിൽ നിന്ന് ഓടി വന്ന് മിദ്യാനിൽ വന്ന് പാർത്ത്, അല്ലെങ്കിൽ ഇത്രോവിന്റെ മകളിൽ വിവാഹം കഴിച്ച് 40 വർഷം ആടുകളെ മേയിക്കുന്ന വേല ചെയ്ത ഒറ്റ കോപമാണ് കേട്ടോ. സ്തോത്രം. അല്ലേരിയ. കർത്താവ് മോശയുടെ രഹസ്യപാപങ്ങളെ അവന്റെ തിരുമുഖത്തിന്റെ മുമ്പിൽ വെളിച്ചത്തിൽ നിർത്തി നോക്കി. അല്ലേരിയ. മോശയുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ച് തന്റെ ദാസനാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ മുട്ടിമിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യ പാപങ്ങളെ കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ അപ്പോൾ കർത്താവിന്റെ മുഖം നിങ്ങൾക്ക് വെളിപ്പെടും. അല്ലേരിയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം, അകൃത്യങ്ങളെ ഏറ്റുപറയണം, തെറ്റുകളെ ഏറ്റുപറയണം. ദൈവത്തിന് മുട്ടിമിൽ നിന്ന് പ്രാർത്ഥിക്കണം, ദൈവശബ്ദം കേൾക്കണം, ഉപവസിക്കണം, വചനം വായിക്കണം. അല്ലേരിയ. നിന്റെ കോപം വെടിയുണ്ട പോലെ മറ്റൊരാൾക്ക് തറക്കരുത്. നിന്റെ സഹോദരി, നിന്റെ ഭാര്യയിലെ, നിന്റെ അപ്പൻ്റെ അമ്മയിലെ, നിന്റെ സഭയിലെ വിശ്വാസികളിൽ നിന്റെ കോപം വെടിയുണ്ട പോലെ പോയി അവിടെ തറക്കരുത്. അല്ലേരിയ. നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്നെ തന്നെ കരുതണം. അല്ലേരിയ. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഏറ്റുവേണം. അപ്പോൾ കർത്താവിന്റെ മുഖം നമുക്ക് വെളിപ്പെടും. ദൈവിക കരുണയും പാപക്ഷമയും കർത്താവ് നമുക്ക് തരും. അല്ലേരിയ. പാപം ചെയ്ത് കൂട്ടരുത്, പാപത്തോട് പാപം കൂട്ടരുത്. അല്ലേരിയ. കർത്താവ് അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് 22:4 അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കുമെന്നൊക്കെ അവിടെ എഴുതുന്നത്. അല്ലേരിയ. നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാം കേട്ടോ. നമ്മുടെ കർത്താവില്ലാത്ത ജീവിതം എന്നൊക്കെ പറയുന്നത്, അല്ലേരിയ, സ്തോത്രം, കർത്താവില്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ശൂന്യത പിടിച്ചതാ കർത്താവില്ലാത്ത ജീവിതം. ദൈവമായിട്ട് ബന്ധമില്ലാത്ത ജീവിതം, ദൈവമായിട്ട് സമ്പർക്കമില്ലാത്ത, സംസർഗമില്ലാത്ത ആ ജീവിതമൊക്കെ എന്നാൽ ശൂന്യത പിടിച്ചതാ. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, 90-ാം സങ്കീർത്തനം വെറും ഒരു പുസ്തകമായിട്ട്, 90-ാം സങ്കീർത്തനം വെറും ഒരു സങ്കീർത്തനമായിട്ട് വായിച്ച് മനഃപ്പാഠമാക്കി മാറ്റുന്നതിനേക്കാൾ നല്ലത് 8-ാം വാക്യം വായിച്ചിട്ട് നമ്മൾ മാനസാന്തരപ്പെടണം. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശം വെച്ചിരിക്കുന്നുള്ള നിശ്ചയത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് യേശുവിന്റെ പറയാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യൗവനക്കാരോട് പറയട്ടെ, വാർത്തകളായി പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തെ തടസ്സമായി നിൽക്കുന്ന, തലമുറയ്ക്ക് മാറാവ്യാധി, കുടുംബത്തിനകത്ത് പോരുകളും പോരാട്ടങ്ങളും വെല്ലുവിളികൾ, നിന്റെ തകർച്ചകൾ, നിന്റെ വീഴ്ചകൾ, നിനക്ക് ഉയരുവാൻ കഴിയാത്ത നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന കോപത്തെ ഇന്ന് പകൽ നീക്കിക്കളഞ്ഞിട്ട്, നിന്റെ രഹസ്യഭാവങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് പ്രകാശം നീ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വിശുദ്ധനായിട്ട് നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാവോ? നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അല്ലേല് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യും. പാപത്തോട് ഇവിടെ പറയണം.
പാപത്തോട് വിട പറയണം. പാപത്തെ കൂട്ടത്തിൽ കൊണ്ട് നടക്കരുത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ലെന്ന് എബ്രായർ 12:4 വായിക്കുന്നുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. കണ്ണുകൾ അടച്ചാട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, പരിശുദ്ധനാണ്. ഹല്ലേലൂയ. നമുക്ക് നിത്യമായി സ്വർഗ്ഗത്തിലെത്തണം. മരണത്തിന് നമുക്കൊരു ജീവിതമുണ്ട്. ആ മരണത്തിന്റെ ജീവിതം നിത്യതയിലാണ്. അല്ല ഇവിടെ മറ്റെന്തോ ആയിത്തീരുകയല്ല ചെയ്യുന്നത്. നിത്യതയിലെത്തുവാൻ ഇന്ന് പകൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം ലഭിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തിലെ കർത്താവേ 3 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യവസ്ഥാനത്തുള്ള ആളുകൾ, കർത്താവിടെ ഭാരതത്തിലെ 145 കോടി ജനത്തിനായി, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും രാലും വൃത്തിനും അശന യാചകർ ഓട്ടന്റെ ചോട്ട തടവറയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിലോട്ട് കോട്ടായിരത്തി വരെ പാർക്കുന്ന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെ, എത്തികമാരികളെ, എല്ലാ മത നേതാക്കന്മാരെ, രാഷ്ട്രീയക്കാരെ, സാമൂഹിക സംസ്കാരത്തെ മാധ്യമ മീഡിയ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സകല ജനത്തെയും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ജനത്തിന് അകൃത്യങ്ങൾ ക്ഷമിച്ച് അവരുടെ രഹസ്യ പാപങ്ങളെ നീക്കി ജനത്തെ ശുദ്ധീകരിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ജനം ഒരുക്കപ്പെടുവാൻ വലിയൊരു ഉണർവുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ശുദ്ധീകരണം നടക്കട്ടെ. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണ്ടായി ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.